അമ്പലപ്പുഴയിലെ പാൽപ്പായസം വ്യാജമാണ്. ദേവസ്വം രേഖകളിൽ ഇതിനെ ഗോപാല കഷായം എന്നാണ്. സർവ എന്നു പേരുള്ള പാൽ കുറുന്തോട്ടി കഷായം വെച്ച് ആ പാൽ കഷായം ആണ് കൊടുത്തിരുന്നത്. ആ പാൽ കഷായം കുടിച്ചാൽ സുഖപ്രസവം ഉറപ്പാണ്. 1000 കുറുന്തോട്ടി കഴിച്ചാൽ അയലറിയാതെ പ്രസവിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും അനാചാരങ്ങളാണ്, പ്രത്യേകിച്ചും ഈ തന്ത്രിമാരുടെ ഈ സംവിധാനം. ഇതൊരു ബിസിനസ്സാണ് പ്രസാദം. തിരുപ്പതിയിലും ശബരിമലയിലുമൊക്കെ ശതകോടികൾ കൊയ്യുന്ന ഒരു ബിസിനസ്സാണ് ഈ പ്രസാദം. പക്ഷെ പ്രസാദം എന്ന് പറയുന്നത് അതൊന്നുമല്ല. ക്ഷേത്രത്തിനെ പുരുഷ ശരീരവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഉത്തരഭാരതത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഗർഭഗൃഹമാണ്. കേരളത്തിലെ ഭഗവതിമാരെല്ലാം കാട്ടിലായിരുന്നു. ഭഗവതി ഒന്നും ഈ പകിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇരുന്നവരല്ല. ക്ഷേത്രത്തിൽ ഒരിക്കലും ദൈവമില്ല, ദേവത മാത്രമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ആരാധനാലയങ്ങളായിരുന്നില്ല. ഇത് പല ക്ഷേത്രങ്ങളും ഖജനാവുകളായിരുന്നു, ട്രഷറികളായിരുന്നു. അതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് കയറാൻ അനുവാദമുണ്ടായിരുന്നു. ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം ആർക്കിടെക്ചർ മനുഷ്യ ശരീരത്തിന്റെ ആർക്കിടെക്ചറാണെന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് കൊടിമരം നമ്മുടെ ലിംഗസ്ഥാനത്താണ്. അതെ അതെ. പിന്നെ അകത്ത് നമ്മളുടെ മനസ്സാണ്. ഭഗവാന്റെ പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ തലച്ചോറും മനസ്സുമാണ്. അതേപോലെ ഈ ഭാരതം എന്ന സങ്കല്പത്തെ മൊത്തത്തിൽ കണ്ട് ആവാഹിച്ച് ആണ് ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലേ? അതെ. പക്ഷേ എനിക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരം ഉണ്ടോ? ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തായിരിക്കും സ്ഥാനം? ഇത് മാധവ്ജി എന്ന് പറഞ്ഞ ഒരു മഹാനായ മനുഷ്യൻ, അദ്ദേഹം ആധുനിക ശാസ്ത്രമൊക്കെ പഠിച്ച് അതിനുശേഷം കേരളത്തിലെ ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് പങ്കാളിത്തമുണ്ട്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെ മിക്കവാറും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കും, അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്നത് കേൾക്കും. അത്രയ്ക്ക് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് മാധവ്ജി. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയത്. ഇത് വസ്തുതാപരമായി ശരിയല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം മനുഷ്യ ശരീരവുമായി ബന്ധപ്പെടുത്തിയാണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ, അതായത് അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ക്ഷേത്രങ്ങളിൽ നടത്തിയിട്ടുള്ള ചില തിരിമറികളുണ്ട്. ഇവിടെ തെറ്റ് മാധവ്ജിക്കല്ല. നമ്മുടെ ഭഗവതിമാരൊക്കെ ഇരിക്കുന്നത് കാവുകളിലാണ്, ക്ഷേത്രവിധാനത്തിലല്ല ഭഗവതിമാരിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ക്ഷേത്രം ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഈ സങ്കല്പം നമ്മളിങ്ങനെ നേരെ കയറി ചെല്ലുന്നതാണ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഇത് ശരിക്കും ഒരു പുരുഷ ശരീരവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിനെ പുരുഷ ശരീരവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഉത്തരഭാരതത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഗർഭഗൃഹമാണ്. ഗർഭഗൃഹത്തിലേക്ക് കയറി ചെല്ലുന്നതാണ്. നമ്മൾ ഈ വ്യാഖ്യാനത്തിനകത്ത് വരുന്ന മൗലികമായ ഒരു പ്രശ്നം ഇത് പുരുഷ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ കേരളത്തിലെ ഭഗവതിമാരിരുന്നതൊക്കെ കാവിനകത്താണ്. ആ കാവിനെയാണ് പലപ്പോഴും കൊടുങ്ങല്ലൂർ കാവാണ്, പിന്നാണ് അമ്പലമായത്. പിന്നീടാണ് കുറച്ച് ജ്യോതിഷന്മാരും ഒക്കെ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു തെറ്റായ പരിവർത്തനമാണ് പല കാവുകളെയും ക്ഷേത്രങ്ങളാക്കിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ഭഗവതി ഉള്ള സ്ഥലങ്ങളിൽ കൊടിമരവും ഒക്കെ വെക്കും. ഇതിൻ്റെ പുറകിലുള്ള ഈ യഥാർത്ഥ ശാസ്ത്രം അങ്ങ് പറഞ്ഞത് തന്നെയാണ്. കയറി ചെല്ലുമ്പോൾ ജഠരം, ലിംഗസ്ഥാനം, ഗോപുരം പാദമാണ്. ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ നന്ദികേശൻ ഇരിക്കുന്ന ഭാഗം ചെല്ലുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഇവിടെയാണ് പ്രതിഷ്ഠ, ഇവിടെയാണ് നമ്മൾ നിന്ന് തൊഴുന്നത്. ഇത്തരത്തിലുള്ള നല്ല സങ്കല്പമാണ്. പക്ഷെ അത് ഭഗവതി ക്ഷേത്രത്തിൽ വരുമ്പോൾ എങ്ങനെയാണ്? കേരളത്തിലെ ഭഗവതിമാരെല്ലാം കാട്ടിലായിരുന്നത്. ഭഗവതി ഒന്നും ഈ പകിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഇരുന്നവരല്ല. ഈ ക്ഷേത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്ഷേത്രത്തിൽ ഒരിക്കലും ദൈവമില്ല, ദേവത മാത്രമാണ്. ഈ ദൈവം ഉണ്ടെങ്കിൽ ഈ തന്ത്രി എങ്ങനെയാണ് ദൈവത്തിനെ കൊണ്ടുവന്ന് പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത്? തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് നിങ്ങൾ പറയുകയും പ്രത്യേകിച്ചൊരു വിഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന് പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് അടിസ്ഥാനമായിട്ട് തെറ്റില്ലേ?
ക്ഷേത്രം എന്ന് പറയുന്നത് ദേവതയാണ്. നമ്മൾ എഴുതുന്ന ഒരു കവിത പോലെ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ശില്പം പോലെയാണ് നമ്മൾക്ക് ദേവതയെ സൃഷ്ടിക്കാം. അതിനെ ഇൻസ്റ്റലേഷനാണ്, അത് പ്രതിഷ്ഠാപനമാണ്. ആ ദേവതയെ നമുക്കവിടെ പ്രതിഷ്ഠിക്കാം. ഞാൻ എൻ്റെ ദേവതയെ പ്രതിഷ്ഠിക്കും. അത് മറ്റൊരാൾക്ക് വന്ന്, ഒരു തന്ത്രിക്ക് വന്ന് എൻ്റെ ദേവതയെ, എൻ്റെ കുലദേവതയെ, എൻ്റെ പൂർവികരുടെ പ്രാണന്റെ അംശം കലർന്ന കുലദേവതയെ മറ്റൊരു തന്ത്രി വന്ന് എങ്ങനെയാണ് പ്രാണപ്രതിഷ്ഠ നടത്താൻ സാധിക്കുന്നത്? ഈ ശാസ്ത്രത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അതിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളും അനാചാരങ്ങളാണ്, പ്രത്യേകിച്ചും ഈ തന്ത്രിമാരുടെ ഈ സംവിധാനം. ഇതൊക്കെ ഈ ഫ്രാഞ്ചൈസി മോഡ് ഓപ്പറേഷൻ, ഫ്രാഞ്ചൈസി മോഡൽ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരയായിട്ട് കൊടുക്കുക. ഞാനിത് ഫേസ്ബുക്കിലൂടെ ഞാനിത് ചോദ്യം ചെയ്തിട്ടുണ്ട്. പരമ്പരയായിട്ട് കൊടുക്കാൻ ഇതിന്റെ അധികാരം എന്താ? ഇനി പുനഃപ്രതിഷ്ഠ വേണേലും ആ കുടുംബത്തുനിന്ന് വരണം. ഇതൊക്കെ എന്ന് തുടങ്ങി വെച്ചതാ? ഇത് തുടങ്ങി വെച്ചത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. വീണ്ടും നമ്മൾ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലേക്ക് എത്തുന്നു. അതെ, അവരുടെ കാലഘട്ടത്തിലാണ്. ഇപ്പൊ ചേന്നാസിന്റെ കുടുംബം തന്ത്രസമുച്ചയം എന്ന് പറയുന്നൊരു ഗ്രന്ഥം എഴുതി. ഇവിടെ തിരുവല്ലയിൽ നിന്ന് കുഴിക്കാട്ട് പച്ച എന്ന് പറയുന്ന, ഇത് രണ്ടുമാണ് കേരളത്തിലെ ഇതിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് എടുക്കുന്നത്. നമ്മൾ മുൻപത്തെ എപ്പിസോഡുകളിലൊക്കെ അത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ക്ഷേത്രത്തിന് മനുഷ്യന്റെ ശരീരവുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. പക്ഷെ അത് ലിംഗ സ്വരൂപത്തിലല്ല, പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആയിട്ടല്ല. മനുഷ്യന്റെ പ്രാണന്റെ ഘടനയിൽ നിന്നാണ് ഈ ദേവതയെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ മാത്രമല്ല, ആ മതിലിന് ചുറ്റുമുള്ള പ്രാകാരം പോലും ഈ ദേവതയുടെ പ്രാണസ്പന്ദനത്തിന്റെ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളുടെ ചുറ്റുപാടുമുള്ള തെരുവുകൾ പോലും വിശുദ്ധിയോടുകൂടി പരിപാലിക്കുന്നത്. അപ്പം നമുക്ക് ഈ കേവലം ഒരു മനുഷ്യ ശരീരത്തിനെ നോക്കിക്കൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാകും. അവിടെ ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞു ചെന്നാൽ അബദ്ധമുണ്ടാകും. ആ ദേവതയെ മനസ്സിലാക്കിയിട്ട് വേണം ഈ ക്ഷേത്രങ്ങളുടെ അകത്തേക്ക് ചെയ്യാൻ. പിന്നെ ഈ ക്ഷേത്രങ്ങൾ പലതും, പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ആരാധനാലയങ്ങളായിരുന്നില്ല കേട്ടോ. നമ്മൾ ക്രൈസ്തവരിൽ നിന്നും ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും കണ്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറി ചെല്ലുകയാണ്. അത് നല്ലതാണ്, പോട്ടെ, മറ്റ് തെറ്റൊന്നുമല്ല അക്കാര്യം. പിന്നെ എന്തായിരുന്നു? പക്ഷെ ഈ ക്ഷേത്രങ്ങളിലൊന്നും നമുക്ക് നിത്യദർശനത്തിനോ ആരാധനയ്ക്കോ ഉള്ള സ്ഥലങ്ങളല്ല. ഇത് പല ക്ഷേത്രങ്ങളും ഖജനാവുകളായിരുന്നു, ട്രഷറികളായിരുന്നു. അതിനകത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അതിനകത്ത് കയറാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പിന്നീട് ഇത് ആരാധനാലയമാണെന്ന് പറഞ്ഞ് ചെന്നെടുത്താണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാകും. ഇതിപ്പോ ചർച്ച ചെയ്തപ്പെടുമ്പോ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്കൊക്കെ നമ്മൾ പോകും. അല്ല, ഇത് പറഞ്ഞത് ഞാനല്ല കേട്ടോ, സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് ക്ഷേത്രദേവതാ രഹസ്യം എന്ന് പറഞ്ഞ് മാതൃഭൂമി പബ്ലിഷ് അതുകൊണ്ടായിരിക്കും ഈ ടിപ്പു സുൽത്താനൊക്കെ വന്നപ്പോൾ ഈ ക്ഷേത്രങ്ങളെ കാരണം സ്വത്തിരിക്കുന്നു. അത്തരത്തിലുള്ള ഇപ്പോ കൊല്ലത്ത് തേവലക്കര, കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി താലൂക്കിൽ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്നും പോർച്ചുഗീസുകാർ ഡ്രമ്മ് കണക്കിനാണ് സ്വർണം എടുത്തുകൊണ്ട് പോയത്. ആ ക്ഷേത്രത്തിന്റെ പേര് നിർഭാഗ്യവശാൽ എൻ്റെ നാവിൽ നിന്ന് വിട്ടുപോയി. തേവലക്കര ഭഗവതി. ഡ്രമ്മ് കണക്കിന് സ്വർണമാണ് അവിടുന്ന് കടത്തിക്കൊണ്ട് പോയത്. തിരുപ്പതിയിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഈ കൊള്ളയടിക്കുന്നവരൊക്കെ ക്ഷേത്രത്തിൽ ചെല്ലും. കള്ളന്മാരൊക്കെ ക്ഷേത്രത്തിലേക്ക് ചെല്ലും. കാര്യം പണ്ട് ടിപ്പു സുൽത്താന്റെ പേരിലാണ്, ഇപ്പൊ രാഷ്ട്രീയക്കാരുടെ പേരിലാണെന്ന് പലരും ചെല്ലും, രാഷ്ട്രീയക്കാരല്ലാത്തവരും ചെല്ലും. സമ്പത്തിരിക്കുന്നിടത്തേക്ക് ഈച്ച മധുരത്തിലേക്ക് ആകൃഷ്ടരാകുന്നത് പോലെ ചെല്ലും. ഇവിടെ ആണ് ആധ്യാത്മികതയുടെയും ഇതിൻ്റെയും ആ നേർത്ത പാലം ഇരിക്കുന്നത്. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവൻ അവിടെ കാണുന്ന കാഴ്ച പലപ്പോഴും അവൻ അന്വേഷിച്ച് ചെല്ലുന്നതിന് വിപരീതമായിരിക്കും. അപ്പം ഈ എൻ്റെ വാക്കുകൾ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ശരീരം എന്നാണ്. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നതാണ്. അന്നമയത്തിനും മനോമയത്തിനും അപ്പുറത്ത് പ്രാണനെയാണ് അവിടെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്.
അതിൻ്റെ മണ്ഡലത്തിലേക്ക് കയറുമ്പോൾ 2 മൂക്കും തുറക്കും. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോ അവിടുത്തെ ക്യൂവോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല നോക്കണ്ട. ആ ക്ഷേത്രത്തിൻ്റെ പ്രാണനുമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ, പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആ പ്രാണമണ്ഡലത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ 2 മൂക്കും തുറക്കും. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇതുണ്ടായിട്ട് ശബരിമലയിലും ഗുരുവായൂരും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ സമാധാനം അനുഭവപ്പെടുന്നില്ലേ? രണ്ടും തുറക്കുന്നുണ്ട്. 2 തുറക്കും. ആ 2 തുറക്കുമ്പോൾ അത് മനസ്സിലാകും അതും ഇതും ഒന്നാ. ഈ അന്വേഷിച്ച് ചെന്നത് തന്നെയാണ് ഈ ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതുകൊണ്ടാണ് പടി കയറി ചെല്ലുമ്പോൾ ശബരിമല മുകളിൽ തത്വമസി എന്ന് നീ തന്നെ ദൈവം. അതെ, അത് ഈ അടുത്ത കാലത്ത് എഴുതി വെച്ചതാ. ചിന്മയാനന്ദ സ്വാമിയാണ് അത് എഴുതി വെച്ചത്. അതിപുരാതനമൊന്നും അല്ല. ചിന്മയാനന്ദ സ്വാമിയാണ് ഈ ആശയം അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അവിടെ എഴുതി വെക്കുന്നത്. അപ്പം ഇത് ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ അനുഭവം ഉണ്ടാകണം. ഈ നമ്മുടെ സുഷുപ്ന തുറക്കണം. ഈ സുഷുപ്ന തുറക്കാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രങ്ങളിലെ നിവേദ്യങ്ങൾ രോഗങ്ങളെ മാറ്റുന്നതാണ്. മഹാരോഗങ്ങൾക്കുള്ള ഔഷധങ്ങൾ. ഇപ്പോൾ മുക്കുടി നിവേദ്യം നമ്മുടെ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ഒരു നിവേദ്യത്തിനെ കുറിച്ച് പണ്ട് സിലോൺ റേഡിയോ പ്രത്യേക പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂക്കന്നൂർ ഭഗവതി എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്ത് പോകുമ്പോൾ മൂക്കുതല ഭഗവതി, അവിടെ പ്രമേഹത്തിനുള്ള ചികിത്സ ഉണ്ടായിരുന്ന സ്ഥലമാണ്. മാനസിക രോഗത്തിന് ചികിത്സ കിട്ടുന്ന സ്ഥലമാണ് ചോറ്റാനിക്കര. തിരുവിഴ എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ശരീരത്തിലെ ആമത്വത്തിനെ മുഴുവൻ വിസർജിപ്പിച്ച് കളയുക, ഛർദിപ്പിക്കുന്ന ചികിത്സ. അർബുദത്തിന് പഴം നിവേദിച്ചു കൊടുക്കുന്ന ക്ഷേത്രവുമുണ്ട്. തകഴിയിലെ ശാസ്താവിൻ്റെ എണ്ണ അത്ഭുതമാണ്. മുട്ടുവേദനയ്ക്ക് വേറെ ഇപ്പം ചെന്നാൽ കിട്ടത്തില്ല. കാരണം അതിനകത്ത് ചേർക്കുന്ന പല സാധനങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുന്നു. തകഴി ശാസ്താവിൻ്റെ വലിയ എണ്ണയുടെ മഹത്വം വളരെ പ്രശസ്തമാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ കൂട്ട് കിട്ടത്തില്ല. ഇതേപോലുള്ള ഒരു സാധനമാണ് അമ്പലപ്പുഴയിലെ പാൽപ്പായസം. വ്യാജമാണ്. അമ്പലപ്പുഴയിലെ പാൽപ്പായസത്തിന്റെ യഥാർത്ഥ പേര് കഷായം എന്നാ, ഗോപാല കഷായം എന്നാ. ദേവസ്വം രേഖകൾ പരിശോധിച്ചാൽ അമ്പലപ്പുഴ ഗോപകുമാർ സാർ എന്ന് പറഞ്ഞ അദ്ദേഹം അന്തരിച്ചു. ഒരു അധ്യാപകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിത് ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ദേവസ്വം രേഖകളിൽ ഇതിനെ ഗോപാല കഷായം എന്നാ പറയും. ഇപ്പൊ കൊടുക്കുന്നത് ഈ പഞ്ചസാര കലക്കിയ സാധനമില്ലേ, ഈ പഞ്ചസാര വന്നതെന്നാ? അതെ, ശർക്കരയ്ക്ക് ശേഷമാണ്. മറ്റേത് പഞ്ചസാരം ചേർത്ത്. അതായത് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ ഈ ഗോപാല കഷായം കൊടുത്തിരുന്നത് കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ സർവ എന്നു പേരുള്ള പാൽ കുറുന്തോട്ടി കഷായം വെച്ച് ആ പാൽ കഷായം ആണ് കൊടുത്തിരുന്നത്. ആ പാൽ കഷായം കുടിച്ചാൽ സുഖപ്രസവം ഉറപ്പാണ്. അതായത് നമ്മൾ ഒരു ഗർഭിണി, എത്രയോ പേർക്ക് ഗുരുകുലത്തിൽ നമ്മളിത് പരീക്ഷിച്ചതാണ്, ഇപ്പോഴും ചെയ്യുന്നതാണ്. 1000 കുറുന്തോട്ടി കഴിച്ചാൽ അയലറിയാതെ പ്രസവിക്കും. 1000 കുറുന്തോട്ടി കഴിച്ചാൽ അയലറിയാതെ പ്രസവിക്കും. സുഖപ്രസവത്തിന് കുറുന്തോട്ടി പാൽക്കഷായം. ഈ പാൽക്കഷായമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊടുത്തിരുന്നത്. ഗോപാല കഷായം. ഗോപാല എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന എന്താണോ അതിനെയാണ് ഗോപാലൻ എന്ന് പറയുന്നത്. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു കൊടുത്തിരുന്നത്. സ്ത്രീകൾക്കാണ് അത് ഉപയോഗപ്പെടുന്നത്. പുരുഷന്മാർക്കും ഇത് ചില പ്രത്യേക രോഗാവസ്ഥയിൽ ഇത് പുരുഷന്മാർക്കും ഉപയോഗിക്കാം. ഇത് ഗർഭപാത്രം ഉള്ളവർക്ക് മാത്രമെന്നല്ല എൻ്റെ അർത്ഥം. അതിനെ ഇന്നത്തെ പഞ്ചസാര, പാല്, ഈ അരിയിട്ട് കുറുക്കുന്ന ഈ വസ്തുവാക്കി ഈ മധുരം അതിനകത്ത് ഇത്രയും കൂട്ടിയിട്ട് ഭഗവാന് നിവേദിക്കുന്ന, ആ ദേവതയ്ക്ക് നിവേദിക്കുന്ന ഈ സങ്കല്പം എത്ര കാലമായി കാണും? പഞ്ചസാര കേരളത്തിൽ വന്നിട്ട് എത്ര വർഷമായി? അതിനു മുമ്പ് ഈ നിവേദ്യം ഉണ്ടായിരുന്നില്ലേ, പാൽപ്പായസം? ഇത് ഞാൻ മുമ്പും എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇത് അവിടെ ചികിത്സയാണുള്ളത്. അതിൻ്റെ അപ്പുറത്ത് അമ്മുമ്മക്കാവുണ്ട്. പ്രസവം ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവിടെ പോയി ഒരു കല്ലെടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കുകയും സുഖപ്രസവത്തിന് ശേഷം ആ കല്ല് തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യണം. ഏത് മനോരോഗത്തിനും പ്രത്യേകിച്ചും
ജിന്ന് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള മനോരോഗങ്ങളൊക്കെ വരുന്നവർക്ക് അമ്മച്ചി വീട് മുഹൂർത്തി ബഗുളാമുഖി ക്ഷേത്രമുണ്ട് കൊല്ലത്ത്. അമ്മച്ചി വീട് ബഗുളാമുഖിയാണ്, അവിടെ പോയാൽ മാറും. ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ സ്ഥലത്തും ചികിത്സ കിട്ടിയിരുന്ന സ്ഥലങ്ങളാണ് നമ്മളുടെ ക്ഷേത്രങ്ങൾ. കാവുകൾ പ്രത്യേകിച്ചും കൊടുങ്ങല്ലൂർ കാവിലൊക്കെ പോയാൽ ഉന്മാദ രോഗങ്ങൾ, ഈ വെടി ഇടയ്ക്കിടയ്ക്ക് വെടി പൊട്ടിക്കും. ഇപ്പൊ ചുമ്മാതെ ചെല്ലുന്ന ആര് എന്നാലും വെടി പൊട്ടിക്കും. ഈ സ്ഫോടനം ഉന്മാദത്തിന്റെ ചികിത്സയിൽ പറയുന്ന ഒരു ടെക്നിക്കാണ്. പെട്ടെന്നുള്ള ഞെട്ടിക്കുക. ഈ രോഗിയെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി തുടങ്ങുന്നതാണ് ഇന്ന് ഈ വെടി വഴിപാടാക്കി മാറ്റി ചീട്ടെഴുതിച്ച് തുരുതുരാ വെടി, കൂട്ടവെടി, വലിയ വെടി തുടങ്ങിയ വെടിയൊക്കെ വെക്കുന്നത്. ഈ ഖജാന പൊട്ടിക്കുന്നു. അത് ചികിത്സയുടെ ഭാഗമായിരുന്നു. പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന പല സാധനങ്ങളും പുറത്തു വരും, തുള്ളിത്തുടങ്ങും, ഞെട്ടിപ്പോവും. ശരിയാ. അത് കൃത്യമായ പ്രമാണങ്ങളുണ്ട് ഇതിന്. അപ്പം നമ്മുടെ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പണ്ട് ശബരിമലയ്ക്ക് പോകുന്നവർ ഈ നമ്മുടെ ചങ്ങലംപരണ്ട എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്, അസ്ഥിശൃംഖല എന്നാണ് അതിൻ്റെ പേര്. ചങ്ങലംപരണ്ടയുടെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ശബരിമല പോകും. ഇത് മുട്ടുവേദനയ്ക്ക് ഏറ്റവും നല്ല ഒരു വസ്തുവാണ്. ഉള്ളിൽ പോയാൽ ഉള്ളിൽ കഴിക്കാവുന്നതാണ്. ചങ്ങലംപരണ്ട എന്ന് പറഞ്ഞാൽ നല്ല ചൊറിച്ചിലുള്ള ഒരു സാധനമാണ്. അതിനെ ചെറുതനല്ലോ, അല്ലല്ല, ചങ്ങലംപരണ്ട എന്ന് പറഞ്ഞാൽ അസ്ഥിശൃംഖല എന്ന് പറഞ്ഞ ഇലയൊന്നും ഇല്ലാത്ത ഒരു നമ്മുടെ സാധാരണ നാട്ടിൻപുറത്തുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ചെത്തി അത് എണ്ണയിലൊന്ന് നെയ്യിലൊന്ന് വറുത്ത് അതിന് ചില രീതിയുണ്ട്. വറുത്ത് പൊടിച്ചെടുത്ത് സാധാരണ തേങ്ങയുടെ ഒപ്പം ചമ്മന്തിയാക്കി എടുത്താൽ ചങ്ങലംപരണ്ട ചമ്മന്തിയായി. ഇത് ശബരിമല പോകുന്നവർക്ക് സ്ഥിരം കൊണ്ടുപോകുന്നതാണ്. അപ്പം ഈ ശബരിമലയിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നതാരാ? വേലന്മാരാ. ഈ വേലന്മാരെന്ന് പറഞ്ഞാൽ ഭേളസംഹിത എഴുതിയ വംശമാണ് വേലന്മാർ. നേരത്തെ പറഞ്ഞ ഈ ഗണക വംശത്തിനോടൊപ്പം പ്രാധാന്യമുള്ള ബാലചികിത്സകൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ആ മേഖലയിൽ പഴയ കായംകുളം രാജ്യത്ത് ബാലചികിത്സ നടത്തിയിരുന്നവരാണ് ഈ വേലന്മാർ. ആ വേലന്മാർ ശബരിമലയിലുള്ളത്. ഈ ശാസ്താവിൻ്റെ എവിടെ ചെന്നാലും ശാസ്താവ് പരമഗുരുവാണ്. ഗുരുനാടിയുടെ അതായത് ശ്രീവിദ്യ എന്ന് പറയുന്ന താന്ത്രിക ക്രമത്തിൽ ദക്ഷിണ ആംനായം എന്ന് പറയുന്ന ഭാഗത്താണ് ശാസ്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ശാസ്താവ് ഒരു അനാഥനൊന്നുമല്ല. കൃത്യമായ ശാസ്താവിന് പ്രമാണമുണ്ട്. ശാസ്താവ് ഗുരുവാണ്. അച്ചൻകോവിലെ ശാസ്താവ് വിഷം കടിച്ചാൽ, പാമ്പ് കടിച്ചാൽ ഇപ്പോഴും അവിടുന്ന് കൊടുക്കുന്ന പ്രസാദം കഴിച്ചാണ് ഈ അടുത്ത കാലത്തും സുഖപ്പെട്ടവർ. ഈ പാമ്പ് കടിച്ച് അതിൻ്റെ മുറിവുണങ്ങാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ അച്ചൻകോവിലിൽ വന്ന് അവിടുത്തെ ഇത് കഴിച്ചിട്ട് പോകും, പ്രസാദം കഴിച്ച് സുഖപ്പെട്ടു പോകാറുണ്ട്. ആര്യങ്കാവിൽ, നമ്മുടെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയാൽ ഇതൊക്കെ പ്രാണന്റെ കളിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ഷേത്രങ്ങളിൽ മൈക്ക് വെക്കാൻ പാടില്ല, അനാവശ്യമായ ബഹളങ്ങൾ ഉണ്ടാകാൻ പാടില്ല, ക്ഷേത്രങ്ങളെ വ്യാപാര സ്ഥലങ്ങളാക്കാൻ പാടില്ല. ഓച്ചിറ ക്ഷേത്രം, ഓച്ചിറ പടനിലം ക്ഷേത്രമല്ല, ആ ഓച്ചിറ പടനിലം എന്ന് പറയുന്നത് അവിടെ പോയി അവിടുത്തെ മണ്ണിലിരുന്നാൽ അവിടെ ക്ഷേത്രം പണിയില്ല. അവിടെ ക്ഷേത്രമല്ല, അത് ഓരോ ആലും ഓരോ സമാധിയാണ്. സമാധിയാണല്ലേ? ഓരോ സമാധിയാണ്. ശിവപ്രഭാകര സിദ്ധയോഗി എന്ന് പേരുള്ള 2000 വർഷം ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു മഹാനായ യോഗിയുടെ ഇരിപ്പിടം അവിടെ. ഈ ശിവപ്രഭാകര സിദ്ധയോഗി, ഈ പ്രഭാകര സിദ്ധയോഗികൾ തന്നെയാണോ ശിവപ്രഭ? അതെ. അദ്ദേഹം പുണ്ണുനക്കി സ്വാമി എന്ന് പറയും. അദ്ദേഹം അവിടെ ഇരുന്ന് കുഷ്ഠരോഗികളെ നക്കി സുഖപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഈ ശിവപ്രഭാകര സിദ്ധയോഗികളാണ് വാസ്തവത്തിൽ മാതാ അമൃതാനന്ദമയി അമ്മയുടെ ഗുരു. അല്ല, ഓമല്ലൂർ അദ്ദേഹത്തിന് സമാധിയുണ്ട്. അതുപോലെ റഷ്യയിലും അദ്ദേഹത്തിന് സമാധി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്, ശങ്കരൻ കോവിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത, പിടികിട്ടാത്ത ഒരു പ്രതിഭാസം. പലപ്പോഴും നമ്മളുടെ വിശ്വാസവും യുക്തിയും ഒക്കെ അവിടെ എത്തുമ്പോൾ അവിടെ നിലച്ചു പോകും. അത് എന്താണെന്ന് പിടികിട്ടാത്ത ഒരു പ്രതിഭാസം. അദ്ദേഹത്തിന്റെ ഫോട്ടോ അവൈലബിൾ ആണ്. നമ്മൾ ഇത്തരം
മഹത് യോഗികളുടെ ഒന്നും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്, നമ്മളത് ഫോളോ ചെയ്യാറുണ്ട് വല്ലപ്പോഴും. അതെ അതെ. അല്ല, അദ്ദേഹത്തിന് നേരിട്ട് കണ്ട ഇപ്പോ നിരവധി വ്യക്തികളെ എനിക്കറിയാം, നിരവധി വ്യക്തികളെ. പിന്നെ നമ്മുടെ പ്രശസ്തനായ അഭിനേതാവ് മോഹൻലാൽ, അദ്ദേഹവുമായിട്ട്, മോഹൻലാലിന്റെ അമ്മാവൻ ശിവപ്രഭാകര സിദ്ധിയോഗിയുമായിട്ട് ബന്ധമുള്ള ആളായിരുന്നു. നമ്മുടെ മഹാരാജാസിലെ പ്രൊഫസർ ഓമനക്കുട്ടൻപിള്ള സാർ, ഈ തിരുനക്കര ഈ ഭാഗത്തും കോട്ടയം, ആലപ്പുഴ, അമൽ നീരദിന്റെ അച്ഛൻ എന്ന് പറയാം, ആ ഓമനക്കുട്ടൻ സാറാണോ? അമൽ നീരദിന്റെ അച്ഛൻ. അദ്ദേഹമൊക്കെ ഇദ്ദേഹവുമായിട്ട് കാണുകയും ഇദ്ദേഹത്തിനെ കുറിച്ച് പലയിടത്തും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഈ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങൾ കേവലം ഒരു ആരാധനാലയങ്ങളല്ല. ഈ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പ്രസാദങ്ങൾ ഓരോ മരുന്നുകളായിട്ടാണല്ലോ. തീർച്ചയായിട്ടും. അതെങ്ങനെ അങ്ങനെ വന്നത്? അതത് പ്രദേശത്തിന്റെ പ്രത്യേകതയാണോ? ഈ ഓരോ ക്ഷേത്രത്തിന്റെ പുറകിലും പ്രവർത്തിച്ചിരിക്കുന്നത് ഒരു വൈദ്യനുണ്ടാകും. ഓക്കെ. ആ പാരമ്പര്യമാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് അഗസ്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്ര സമുച്ചയമുണ്ട്. എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ഗുരുവിൻ്റെ ഗുരുവാണ് ആ ക്ഷേത്ര സമുച്ചയം സ്ഥാപിച്ചത്. അവിടെ ഒരു പ്രത്യേക ഒരു ഔഷധക്കൂട്ട് ഇടിച്ച് പിഴിഞ്ഞ് നേദിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അത് ആ വൈദ്യനായിട്ടുള്ള സുധീർ വൈദ്യൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സങ്കല്പമാണ് ആ ഔഷധക്കൂട്ട്. നാളെ അത് സുധീർ വൈദ്യനെ ലോകം മറക്കും, ആ ഔഷധക്കൂട്ട് നിലനിൽക്കുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നീട് അതിനെ പോയി പലരും കടുംപായസമാക്കി. ഇന്നൊരു ബിസിനസ്സാണ് പ്രസാദം. തിരുപ്പതിയിലും ശബരിമലയിലുമൊക്കെ ശതകോടികൾ കൊയ്യുന്ന ഒരു ബിസിനസ്സാണ് ഈ പ്രസാദം. അതെ. പക്ഷെ പ്രസാദം എന്ന് പറയുന്നത് അതൊന്നുമല്ല, അത് ഔഷധം തന്നെയാണ്. ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു അവിടുത്തെ ഭസ്മമാണ്. അതാണ് ശ്രീകോവിലും തരുകയും ചെയ്യുന്നത് അല്ലേ? ഈ ഭസ്മം ഉണ്ടാക്കേണ്ട മുറകളുണ്ട്. നീറ്റ് ഭസ്മം ഉണ്ടാക്കേണ്ട മുറകളുണ്ട്. ആ മുറകൾ പ്രകാരം ഉണ്ടാക്കി വിഗ്രഹത്തിനെ, ശബരിമലയിലെ യഥാർത്ഥ വിഗ്രഹം അവിടെ ഇല്ല എന്നാണ്, നഷ്ടപ്പെട്ടു പോയി, തീപിടിച്ചു പോയി എന്ന് പറയുന്നത്. പളനിയിലെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് 9 പാഷാണക്കൂട്ടുകളാണ്. ഇത് വളരെ പ്രശസ്തമായ കാര്യമാണ്, ഇത് പുതിയ കാര്യമൊന്നുമല്ല. നവപാഷാണം. അതിൻ്റെ മുകളിലേക്കാണ് ഭസ്മം അഭിഷേകം ചെയ്തു വരുന്നത്. ആ ഭസ്മം എടുത്ത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനെയൊക്കെ കാണേണ്ടത് മനുഷ്യൻ്റെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാണ്. അല്ലാതെ അവിടെ പോയിട്ട് അയൽക്കാരന് ദോഷം വരണം, എനിക്ക് ലോട്ടറി അടിക്കണം, എൻ്റെ മകന് ജോലി കിട്ടണം, പ്രാർത്ഥിക്കേണ്ട സ്ഥലമേ അല്ല ക്ഷേത്രം. ഭാരതീയ സങ്കല്പം അനുസരിച്ച് പോയി നമ്മൾ ഈ 2 തരത്തിലുള്ള തെണ്ടികളാണ്, യാചകരാണ്. ഒന്ന്, നമ്മളെ പുറത്ത് നിന്ന് അമ്മ വല്ലതും തരണേന്ന് പറയും. അകത്തോട്ട് കയറിയിട്ട് അവിടെ നിന്നിട്ട് പറയുന്നത്, ഇവന് 10 രൂപ കൊടുത്തിട്ട് അകത്ത് കയറിയിട്ട് നമ്മളും പറയുന്നത് അമ്മ വല്ലതും തരണേന്ന്. ഈ യാചിക്കാനുള്ള സ്ഥലമല്ല ക്ഷേത്രം, ധ്യാനിക്കാനുള്ള സ്ഥലമാണല്ലേ. അത് തനിയെ സംഭവിക്കേണ്ടതാണ്. ക്ഷേത്ര സ്വരൂപ ക്ഷേത്രേശി ക്ഷേത്ര ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിർ വിനിർമുക്ത ക്ഷേത്രപാല സമർച്ചിത. നമ്മളെ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യേണ്ട ലളിതാ സഹസ്രനാമത്തിലെ വരികളല്ലേ? ലളിതാ സഹസ്രനാമത്തിലെ വരികളാണ്. ക്ഷയത്തിൽ നിന്നും ഉയർത്തേണ്ടതാ. എങ്ങനെയാണ് നമ്മൾ ക്ഷയിക്കുന്നത്? നമ്മുടെ പ്രാണനൊക്കെ പോയി, നമ്മുടെ ഊർജ്ജമൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ വളരെ ഒരു ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പം ഒന്ന് കുളിച്ച് ആ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മളൊന്ന് കാലുവച്ചാൽ ആ നിമിഷം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലെ പ്രാണൻ സക്രിയവും സജീവവുമാകും. ഇത് തന്നെയാണ് ആയുർവേദ ചികിത്സയിലും നമ്മൾ ചെയ്യുന്നത്. മർമ്മ ചികിത്സയിലും ഇതേ കാര്യം തന്നെയാണ്. ക്ഷേത്രത്തിൽ പോയാൽ തീരാത്ത ചില കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ് ക്ഷേത്രത്തിൽ പോയാൽ തീരാത്തത്? അത് വൈദ്യൻ്റെ അടുത്ത് വരുമ്പോൾ. അപ്പോൾ വൈദ്യൻ ഇരിക്കുന്നിടം, വൈദ്യനാഥൻ എന്ന് പറയുന്നത് ശിവന്റെ ഏറ്റവും വലിയ ഭാവം. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് വൈദ്യനാഥൻ. സർവരോഗഹര ചക്രം എന്നൊരു തട്ടുണ്ട് ശരീരത്തിൽ. സർവരോഗഹര ചക്രം. 8 ഭൈരവന്മാരും അവരുടെ ഭൈരവിമാരും കൂടെ ഇരിക്കുന്ന ഈ സർവരോഗഹര ചക്രമാണ് വൈദ്യന്റെ ഇരിപ്പിടം.
അപ്പൊ സാധാരണ എങ്ങും നേരെയാകാത്ത കാര്യം നേരെയാക്കാൻ വൈദ്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വൈദ്യൻ ആരാ ആകേണ്ടത്? ചെല്ലുമ്പോഴേ കൺസൾട്ടിങ് ഫീസ് ഇത്ര രൂപയുണ്ടെങ്കിലേ ചികിത്സിക്കൂ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് വൈദ്യമല്ല. വൈദ്യൻ എന്ന് പറയുന്നത് അവൻ്റെ കാഴ്ചപ്പാട് ജീവകാരുണ്യപരവും. ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, അടുത്ത 5 വർഷത്തെ നമ്മുടെ വളർച്ച എന്താണ്? ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് ഉത്തരവൊന്നും കിട്ടിയില്ല. ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ എൻ്റെ അടുത്ത് പറയുകയാണ്, നമുക്ക് നമ്മുടെ ഒപ്പമുള്ള ഒരു കുടുംബത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവർക്കൊരു വീട് വെച്ചു കൊടുക്കണം, നമുക്ക് കുറച്ചു പേരെ സഹായിക്കണം. അപ്പോഴാണ് ഞാൻ ഇതാണ് നമ്മളുടെ അടുത്ത 5 വർഷം. ജീവകാരുണ്യപരമായിരിക്കണം. വൈദ്യനാഥൻ ശിവനാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്. ഇതെല്ലാം ഈ 12 ജ്യോതിർലിംഗങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുണ്ട്. അതിൽ നമ്മുടെ വൈദ്യനാഥനിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആളാണ് വൈദ്യൻ. അല്ലാതെ കേവലം ഒരു ജുബ്ബ ഇട്ടതുകൊണ്ടോ ഒരു താടി വളർത്തിയതുകൊണ്ടോ 10 സംസ്കൃത വാക്കുകൾ പഠിച്ചതുകൊണ്ടോ ഒരു 4 കെട്ട് പണിഞ്ഞു വെച്ചതുകൊണ്ടോ ഒന്നും ഒരാൾ വൈദ്യനാകുന്നില്ല. വൈദ്യന്റെ അടുത്ത് അവന്റെ ദർശനമെന്ന് പറയുന്നത് ജീവകാരുണ്യം ആണ്, സർവഭൂത ദയയാണ്, സുഖാർത്ഥ സർവഭൂതാനാം എന്നാണ് ഒരു വൈദ്യന്റെ ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള വൈദ്യന്മാർ ഇന്നും നമ്മുടെ നാട്ടിൽ നിരവധി പേരുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നാൽ പണമില്ലാത്തവരും ചികിത്സിച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇന്ന് കണക്കെടുത്ത് ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ 16 പേര് അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് 15 പേരും സൗജന്യമാണ്. ആ വാക്ക് തെറ്റാണ്. ആ 15 പേരെയും പണം വാങ്ങാതെ സേവിക്കാൻ നമുക്കൊരവസരം കിട്ടി. ഇത് ഞങ്ങൾ ഒരു മാസം എത്ര പണം കിട്ടിയെന്നല്ല നോക്കുന്നത്, എത്ര പേർക്ക് അങ്ങോട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന സാധനം. എത്ര പേര് സൗഖ്യമായി, എത്ര പേരുടെ അടുത്തുനിന്ന് നമുക്ക് ഈ ലാഭമാണോ ഡിസ്കൗണ്ട് കൊടുത്തതാണോ കൂടുതൽ ഉണ്ടാകേണ്ടതെന്ന് കണക്കെടുത്ത് നോക്കുമ്പോൾ ഡിസ്കൗണ്ട് കൊടുത്തതാണ് കൂടുതലെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകാറുണ്ട്. എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ? ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലുള്ള ക്രൈറ്റീരിയ എന്താണ്? നമ്മുടെ മുമ്പിൽ വന്ന് ദാഹിക്കുന്നു, വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ദാഹിക്കുന്നു ഇത്തിരി വെള്ളം തരുമെന്ന് പറയുന്ന ആൾ ഏത് കാറിലാണ് വന്നതെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക, ഇല്ലെങ്കിൽ അപ്പുറത്ത് നിർത്തുകൊണ്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. ഇതിന് വേറെ ക്രൈറ്റീരിയ ഒന്നുമില്ല. പണമല്ല രോഗം സുഖപ്പെടുത്തുന്നത്. അതെ, എന്തായാലും നമ്മളിപ്പം കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു. എവിടെ നിന്നൊക്കെയോ കറങ്ങി. അതെ, ഇത് മഹത് വചനമായി നമുക്കിന്ന് കരുതാം. പണമല്ല രോഗത്തെ സുഖപ്പെടുത്തുന്നത്, പണമുള്ളവനെയും ഇല്ലാത്തവനെയും സുഖപ്പെടുത്തണം. തീർച്ചയായിട്ടും. നമസ്കാരം കീർത്തി. നമസ്കാരം.